നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ഉയരമുള്ള ഒരു നക്ഷത്രം നമ്മൾ ഉയർത്തിയായിരുന്നു. അത് കലഞ്ഞൂർ ഉദയ ജംഗ്ഷനിലാണ് ഉയർത്തിയത്. ആ ഉയർത്തിയ നക്ഷത്രം നമുക്കിനിയും ഇറക്കിയേ മതിയാവും. കാരണം ന്യൂ ഇയറിന് ശേഷം നല്ല കാറ്റാണുള്ളത്. ആ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ യാദൃശ്ചികമായിട്ടത് മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മളത് ഇറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇറക്കാൻ വേണ്ടി ക്രെയിനൊക്കെ വിളിച്ച് നമ്മൾ വരുത്തി അങ്ങനെ ഇറക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ദിവസത്തോളം നമ്മൾ സ്റ്റാർ ഉയർത്തി നിർത്തി. അങ്ങനെ ഏറ്റവും വലിയ ഒരു നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തിൻ്റെ സവിശേഷതയൊക്കെ നിങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്, നിങ്ങൾ അനുഭവിച്ചതുമാണ്. ഇപ്പം നമ്മൾ ക്രെയിൻ്റെ മുകളിലായിട്ട് ഒരു വ്യക്തി കയറിയിരുന്ന് നക്ഷത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ടുണ്ട്. അവിടുന്ന് ഹുക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നക്ഷത്രം ഇറക്കാൻ വേണ്ടി. അങ്ങനെ ആ ഹുക്കിൽ തൂക്കിയാണ് നമ്മൾ ഇറക്കുന്നത്. നക്ഷത്രം കയറ്റിയതും അതേപോലെ തന്നെയായിരുന്നു. അന്ന് നല്ല ജനപ്പെരുപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ആരോടും പ്രത്യേകിച്ച് പെട്ടെന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മുടെ ചാനലിൽ വിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇപ്പം കുറവാണ്. ആൾക്കാർ കുറവായത് കാരണം നമുക്ക് വളരെ ഉപകാരം ഉണ്ടായി. കാരണം വലിയൊരു തിരക്ക് സൃഷ്ടിക്കാതെ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ ക്രെയിൻ്റെ മുകളിൽ പോയിരുന്ന ആ വ്യക്തി ഇറങ്ങിയിട്ടതിന് ശേഷം താണ്ടത് ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ക്രെയിൻ വെച്ച്. ലോകം ഇന്നുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആ നക്ഷത്രവും അതേപോലെ തന്നെ അതിനകത്തുള്ള സൗകര്യങ്ങളും കേക്ക് മുറിക്കാനും കഴിക്കാനും കുടിക്കാനും സൗഹൃദം പങ്കിടാനും അകത്തിരിക്കുന്നവരെ കാണാനും ഒക്കെ കഴിയുന്ന വലിയൊരു നക്ഷത്രം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് കാരണമാണ് നമുക്കിത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ആ സപ്പോർട്ടും അതേപോലെ മറ്റുള്ള ചാനലിൻ്റെയൊക്കെ സപ്പോർട്ടും ഒക്കെ നമുക്ക് വളരെ വലുതായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഇപ്പം ബ്ലോക്കായി. കാരണം ക്രെയിൻ വളരെ ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് റോഡിലിട്ടാണ് നമുക്ക് അത് തിരിക്കാനും എടുക്കാനും കഴിഞ്ഞത്. അങ്ങനെ ക്രെയിൻ വെച്ച് നമ്മുടെ നക്ഷത്രം താഴെ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. താഴെ അത് താത്തു കഴിഞ്ഞു. ഇനി അത് നമുക്ക് സാവധാനം ക്രെയിനൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി സ്ക്വയർ ട്യൂബെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി മാറ്റിയെടുക്കണം. അതൊക്കെ നമ്മുടെ വീടിന് വേണ്ടി, വീട്ടിൽ റൂഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവിടെ വാഹനങ്ങളൊക്കെ ബ്ലോക്കായിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ ഇപ്പം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. റോഡ് മുഴുവനും ബ്ലോക്കായി. അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് വളരെ തിരക്കുള്ള ഒരു സമയമായതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞങ്ങളതൊക്കെ ചെയ്തത്. അപകടങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ടാകരുതെന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ ഒരപകടവും ഇല്ലാതെ നമുക്കത് ഇറക്കുവാനും കയറ്റുവാനും ഒക്കെ സാധിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് അതിനകത്ത് കയറി നിൽക്കുകയാണ്. അത്ര ബലമുള്ള പ്ലാസ്റ്റിക് ആയിരുന്നത്. എന്നാൽ ഒറ്റയ്ക്കിടുമ്പം ബലമില്ല എങ്കിലും ഒന്നിച്ച് ചുറ്റി കഴിയുമ്പോൾ നല്ല ബലമാണ്. അങ്ങനെ വലിയൊരു സ്റ്റാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം.